വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയത് സംബന്ധിച്ച വിവാദത്തെ വിമർശിച്ച് SNDP യോഗം മുഖമാസികയായ യോഗനാഥം. യാത്രാ വിവാദത്തിൽ തെളിയുന്നത് തൊട്ടുകൂടായ്മയുടെ വികൃത മുഖമെന്നാണ് വിമർശനം. CPIക്കെതിരെയും യോഗനാഥത്തിൽ വിമർശനമുണ്ട്. ശ്രീജിത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, CPIക്കെതിരായ ചതിയൻ ചന്തു പരാമർശത്തെ CPM തള്ളിയതാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇന്നലെ ഈ കാറിൽ കയറ്റിയതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അക്കാര്യത്തിൽ CPIക്ക് അതൃപ്തി നിലനിൽക്കുമ്പോഴാണ് ഈ മുഖമാസികയിലെ ലേഖനം. ഗൂഗിൾ SNDP യോഗത്തിന്റെ മുഖമാസികയായ യോഗനാഥത്തിന്റെ ജനുവരി ലക്കത്തിലെ എഡിറ്റോറിയലിലാണ് കാർ യാത്രാ വിവാദത്തുമായി ബന്ധപ്പെട്ട രൂക്ഷമായ വിമർശനമുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൽ ജനറൽ സെക്രട്ടറിയാണ്, മുതിർന്ന സമുദായ നേതാവാണ്. അത്തരമൊരാളെ മുഖ്യമന്ത്രി കാറിൽ കയറ്റി യാത്ര ചെയ്തത് വിവാദമാക്കുന്നത് തൊട്ടുകൂടായ്മയുടെ വികൃത മുഖമാണ് എന്നാണ് യോഗനാഥത്തിന്റെ എഡിറ്റോറിയൽ വിമർശിക്കുന്നത്. മാത്രമല്ല, സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷമായിട്ടും അധസ്ഥിത പിന്നാക്ക വിഭാഗങ്ങളോടുള്ള ഐത്തം തുടരുന്നതിന്റെ തെളിവാണ് ഇത്തരം അപഹാസ്യമായ ചർച്ചകളെന്നും യോഗനാഥൻ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഒരു പിന്നോക്ക നേതാവ് അല്ലായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പം യാത്ര ചെയ്തിരുന്നെങ്കിൽ ഈ വിവാദം ഉണ്ടാകുമായിരുന്നോ എന്ന ചോദ്യവും എഡിറ്റോറിയലുണ്ട്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരോ മറ്റോ ഈ നേതാക്കളാണ് മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ യാത്ര ചെയ്തിരുന്നെങ്കിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്നുകൂടി ഇതിന് തൊട്ടടുത്തായി പറയുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രിമാർ പലരും സമുദായ നേതാക്കളുമായി അടുത്ത സൗഹൃദവും ചങ്ങാത്തവും പുലർത്തിയിട്ടുണ്ട്. അവരൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടും മറ്റുമുണ്ട്. എന്നാൽ ഇത് മാത്രം വിവാദമാക്കുന്നതിന് പിന്നിൽ തെറ്റായ അജണ്ടകളുണ്ട് എന്ന വിമർശനമാണ് ഉള്ളത്. വീണ്ടും UDF സർക്കാർ അധികാരത്തിൽ വരാൻ ഉള്ള ഒരു സാധ്യതയില്ല. അത്തരം ഒരു സാധ്യതയില്ലായ്മയ്ക്ക് കാരണം ഈ തീവ്ര വിഭാഗങ്ങളുമായുള്ള കൂട്ടുകെട്ടാണെന്ന വിമർശനമുണ്ട്. CPIക്കെതിരായ വിമർശനം യോഗനാഥത്തിന്റെ എഡിറ്റോറിയലുണ്ട്. CPMന്റെയും CPIയുടെയും നട്ടെല്ല് ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങളാണ്. CPMന് അത് ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ സമുദായത്തിന് പിന്തുണ നൽകുന്നത്. എന്നാൽ CPIയുടെ നവനേതാക്കൾക്ക് ഇപ്പോൾ ആ ബോധ്യമില്ലെന്ന വിമർശനവും യോഗനാഥത്തിന്റെ എഡിറ്റോറിയലിലുണ്ട്. ഗോകുൽ. ശരി, ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.